രണ്ടു തുള്ളി ജീവിതത്തിന്റെ. ഈ രണ്ടു തുള്ളി ഈ രാജ്യത്തെ പോളിയോ മുക്തമാക്കി. ഇവരെപ്പോലെ ആയിരം നായകന്മാർ മൈലുകളോളം സഞ്ചരിച്ചു. ഓരോ കുട്ടിക്കും ഈ രണ്ടു തുള്ളി എത്തിച്ചു. പക്ഷെ നോക്കൂ, ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഇന്ത്യയിൽ കുട്ടികൾക്ക് പോളിയോയുടെയും മറ്റു രോഗങ്ങളുടെയും കുത്തിവയ്പ് നൽകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യസമ്പൂർണമായ സമൃദ്ധ ജീവിതം നയിക്കുന്നതിന് മെയ് 29 5 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായും പോളിയോ മരുന്ന് നൽകൂ. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ദേശീയപാതയുടെ ഇവശമായി കിടക്കുന്ന ഒരു കർഷക ഗ്രാമം തന്നെ. നാഗരികതയുടെ സൗന്ദര്യം ഈ ഗ്രാമഭൂമികയ്ക്കുണ്ടെങ്കിലും പരവൂർ കായലും ഇത്തിക്കരയാറും ചേർന്നെടുക്കുന്ന നിർത്തടം ചാത്തന്നൂരിന്റെ കാർഷിക കാന്തിയാണ്. വിവിധതരം ദേശാടന പക്ഷികൾ വിരുന്നിരുന്ന വിശാലമായ വയലുകൾ ഈ ഗ്രാമത്തിൽ ഇന്നും ഉണ്ട്. ചാത്തന്നൂരിന്റെ കൃഷിയിടങ്ങൾ നെപ്പാണ് ഇരയും. എന്നാൽ കരകൃഷിയും ഒട്ടും കുറവല്ല. വാഴയും മരച്ചീനിയും പച്ചക്കറികളും ഇത്തിക്കയാറിന്റെ തീരത്ത് വിളയുന്നു. പരമ്പരാഗത കാർഷിക പെരുമയാർന്ന കാലി വളർത്തലും മത്സ്യകൃഷിയുമൊക്കെ ഇപ്പോഴും ചാത്തന്നൂരിന്റെ കൃഷിക്കളത്തിലുണ്ട്. ഈ ചരിത്രഗതിയെ പിൻപറ്റി മുട്ടക്കോഴി വളർത്തലിലൂടെയും കോഴിക്കുഞ്ഞുങ്ങളുടെ ഉൽപാദനത്തിലൂടെയും തന്റേതായ കാർഷിക സംഭാവനകൾ കാർഷിക മേഖലയ്ക്കേകിയ ഒരു സംരംഭകനാണ് ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം ജെ നിവാസിലെ എ ജയകുമാർ. സാങ്കേതിക നിർമ്മാണ തലവുമായി ഏറെ ആഭിമുഖ്യം പുലർത്തിപ്പോന്ന ജയകുമാറിന്റെ ജീവിത നടവഴികളിലെങ്ങോ കാലിടറിയപ്പോഴാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ പഠന ശിബിരത്തിൽ ഒരു നിയോഗം പോലെ എത്തിപ്പെട്ടത്. അവിടെ ജയകുമാറിന്റെ ജീവിതത്തിലേക്ക് ഒരു അത്യാചാര വഴി തെളിയുകയായിരുന്നു. പിന്നെ കണ്ടത് ജെ നിവാസിന്റെ ചുറ്റും തീർത്ത നീളൻ ഷെഡുകളിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ കലമ്പുന്ന കാഴ്ചയായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം താറാവുകളും ടർക്കി കോഴികളും അലങ്കാര കോഴികളും കാടകളുമൊക്കെ കൂട്ടുചേർന്നു. പ്രതീക്ഷകൾ നിറവണിയുന്ന മുഹൂർത്തങ്ങളായിരുന്നു പിന്നെന്നും ജയകുമാറിന്റെ ജീവിതത്തിൽ. അത് കണ്ടറിഞ്ഞ മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്താൽ സർക്കാർ മികച്ച സംസ്ഥാന കോഴി കർഷകനുള്ള പുരസ്കാരം ജയകുമാറിന് നൽകി ആദരിക്കുകയായിരുന്നു. സർക്കാർ ഹാച്ചറികളിൽ നിന്നും സ്വകാര്യ ഹാച്ചറികളിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വിൽക്കുന്ന രീതിയായിരുന്നു ജയകുമാർ ആദ്യം അവലംബിച്ചത്. എന്നാൽ പിന്നീട് കോഴിക്കുഞ്ഞുങ്ങളുടെ ദൗർലഭ്യം അനുഭവപ്പെടവേ മുട്ട വീച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു സാങ്കേതിക വിദഗ്ധൻ കൂടിയായ ജയകുമാർ ഇൻക്യുബേറ്റർ സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ ആദ്യം 2 വീലറിൻ്റെ പണിയായിരുന്നു. ആ പണി ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ കൊട്ടിയത്ത് പങ്കെടുക്കുകയും അവിടുത്തെ ഡോക്ടറായിരുന്ന അനിൽ ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ച് കോഴി വളർത്തലിലേക്ക് കൂടുതലായിട്ട് വരികയും ആണ് ചെയ്തത്. 50 കോഴിയായിട്ടാണ് തുടക്കം. അതിനുശേഷം കോഴിക്കുഞ്ഞുങ്ങളെ പ്രൈവറ്റ് ഹാച്ചറിയിൽ നിന്നും ഗവൺമെൻറ് ഹാച്ചറിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങുകയായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരുപാട് ചികിത്സ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
ബുദ്ധിമുട്ടുകയും അങ്ങനെ സ്വന്തമായിട്ട് ചിക്സ് ഉൽപ്പാദിക്കാൻ ഉള്ളൊരു പ്രയാസമാണ് ഇൻക്യുബേറ്ററിൻ്റെ നിർമ്മിതിയിലേക്ക് ചെയ്യുന്നത്. ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ 4 അടി ഉയരത്തിലും വീതിയിലുമുള്ള ഒരു ഇൻക്യുബേറ്റർ തന്റെ സാങ്കേതിക ബുദ്ധിയിൽ ജയകുമാർ വികസിപ്പിച്ചെടുത്തു. ഏതാണ്ട് 2000-ഓളം കോഴിമുട്ടകൾ വിരിച്ചെടുക്കാനുള്ള സംവിധാനം വിജയം കണ്ടതോടെ ജയകുമാറിന്റെ ജീവിത സ്വപ്നങ്ങളും പൂവണിയുകയായിരുന്നു. ഇന്ന് വ്യത്യസ്ത സംഭരണശേഷിയുള്ള 4 ഇൻക്യുബേറ്ററുകളാണ് ജയകുമാറിനുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ഇൻക്യുബേറ്ററിന് 7.5 അടി ഉയരവും 4.5 അടി വീതിയുമാണുള്ളത്. 3000-ലേറെ കോഴിമുട്ടകളെ ഈ ഇൻക്യുബേറ്ററിലൂടെ വിരിയിച്ചെടുക്കാനാകുന്നു. വിപണിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമതയുള്ളതുമായ ഇൻക്യുബേറ്ററുകളാണ് ജയകുമാർ നിർമ്മിക്കുന്നത്. അങ്ങനെ ആദ്യം ചെറിയ മെഷീൻ ചെയ്യുകയും അതിനുശേഷം കുറേശ്ശെ കപ്പാസിറ്റി കൂട്ടി ഇപ്പോൾ ഏകദേശം 3000-3500 കപ്പാസിറ്റിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ചെറിയ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് 4 അടി ഉള്ളൊരു മെഷീനായിരുന്നു, 4 അടി ഹൈറ്റിൽ. ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ 3000-3500 കപ്പാസിറ്റി ഉണ്ട്. അത് ഒരു 7.5 അടിയോളം പൊക്കവും 4.5 അടി വീതിയും ഉള്ള മെഷീനാണ് അത് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ഷീറ്റിൽ തീർത്ത ചട്ടി ഉള്ളിൽ ആങ്കർ കൊണ്ട് തയ്യാറാക്കിയ റാക്കുകളുമാണുള്ളത്. ഡിഗ്രി അകലത്തിലായി ഇരുവശത്തേക്കും റാക്കുകൾ ചലിപ്പിച്ച് മുട്ട വിരിയിക്കാൻ ആവശ്യമായ ചൂടിനെ ക്രമീകരിക്കാനുമാകും. 2 ഫാനുകളും 2 ഹീറ്ററുകളുമാണ് ഇൻക്യുബേറ്ററിലെ താപനില നിയന്ത്രിക്കുന്നത്. ചണച്ചാക്കിലൂടെ ഊർന്നിറങ്ങുന്ന ജലസംവിധാനം ഇൻക്യുബേറ്ററിലെ ഈർപ്പം നിലനിർത്താൻ ഉപകരിക്കുന്നു. ദിവസം 3 നേരമാണ് ഹീറ്റർ പ്രവർത്തിപ്പിക്കുക. ഈർപ്പം നിലനിർത്തുന്നതിനും നിയന്ത്രണമുണ്ട്. വൈദ്യുതി നിലച്ചാൽ 4 മണിക്കൂർ വരെ ചൂട് നിലനിർത്താനാകുന്ന സജ്ജീകരണവും ഇതിലുണ്ട്. ഉൽപാദനത്തിലും രോഗപ്രതിരോധത്തിലും ശേഷിയുള്ള കൈരളി എന്ന ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് ജയകുമാർ തന്റെ ഹാച്ചറിയിൽ വിരിയിച്ചെടുക്കുന്നത്. ഇൻക്യുബേറ്റർ സെറ്ററിലെ റാക്കുകളിൽ ട്രേകളിലാക്കിയാണ് കോഴിമുട്ടകൾ വയ്ക്കുക. സെറ്ററിലെ മുട്ടകൾ കാപ്പരിക്ക് 18 ദിവസമാണ്. ആയതിനാൽ സെറ്ററിൽ വയ്ക്കുന്ന മുട്ടകളിൽ വിരിയാൻ വെച്ച ദിനവും രേഖപ്പെടുത്തുന്നു. സെറ്ററിൽ 18 ദിവസം പൂർത്തിയാകുമ്പോൾ മുട്ടകളെ ഹാച്ചറി യൂണിറ്റിലേക്ക് മാറ്റുന്നു. തുടർന്നുള്ള 3 ദിനങ്ങൾ കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തുവരുന്നു. വെക്കുന്ന മുട്ടകളിൽ 80% വിരിയുന്നു എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തുന്ന കണക്ക്. 2 ഫാന്, ഒരു 2 ഹീറ്റർ, 600 വാട്ട്സിൻ്റെ 2 ഹീറ്റർ, പിന്നെ ആംഗ്ലയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് 45 ഡിഗ്രി സ്ലോപ്പിട്ട് ചെയ്തിരിക്കുന്നത്. ഹ്യൂമിഡിറ്റി നമ്മൾ കമ്പനി മെഷീനിലാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യുക. ഇത് ചാക്ക് നനച്ച് വെള്ളം ഇറ്റ് അതിനകത്ത് വീണ് ആണ് ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നത്. കറണ്ട് പോയതിന് ശേഷം 3 മണിക്കൂർ വരെ വലിയ കുഴപ്പമില്ല. മാർക്കറ്റിൽ കിട്ടുന്നത് 75-80% പറയുന്നുണ്ട്. ഇതിലും അതേ രീതിക്ക് ശതമാനം കിട്ടുന്നുണ്ട്. ജയകുമാറിന്റെ ഹാച്ചറി യൂണിറ്റിലും കോഴി ഫാമിലുമായി തങ്ങളുടേതായ സഹായഹസ്തമികി പത്നി സിന്ധുവും മക്കളായ ജിതിനും ജീനയും ആദിത്യനും കൂട്ടുചേരുന്നു. ഞങ്ങളുടെ പൗൾട്രി ഫാം നല്ല ആദായകരമായിട്ടാണ് പോകുന്നത്.
പിന്നെ ഞങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട്. ഇത് ചെയ്യുന്നതുകൊണ്ട് എല്ലാ വീട്ടമ്മമാർക്കും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വനിതാ സമാജത്തിൽ തന്നെ പിന്നെ 10 കോഴിയും കൂടുമായിട്ട് ഞങ്ങൾ കൊടുക്കാനായിട്ടൊക്കെ സ്ത്രീകളെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. വരുമാനത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ കോഴി വളർത്തൽ യൂണിറ്റുകളിലേക്കും ഒപ്പം സർക്കാർ വക യൂണിറ്റുകളിലേക്കുമാണ് ജയകുമാറിന്റെ ഹാച്ചറിയിൽ വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വിറ്റുപോകുക. കൊല്ലം ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ പോകുന്നുണ്ട്, മലപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഇവിടുന്ന് ചിക്സായിട്ട് തന്നെ വെളിയിൽ ഒരു ഇതിനോടനുബന്ധിച്ചൊരു 10-20 ഫാമോളം വരും. പല സ്ഥലങ്ങളിലായിട്ട് എഗർ നഴ്സറി പോലെ ചെയ്യുന്നുണ്ട്. ജയകുമാറിന്റെ ഹാച്ചറി സംവിധാനത്തിന്റെ പിൻബലത്താൽ പ്രവർത്തിക്കുന്ന 10-ലേറെ എഗർ നഴ്സറി യൂണിറ്റുകൾ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു 5 വർഷം ഇറച്ചിക്കോഴിയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതിൽ ഒരുപാട് വിറ്റഴിക്കുന്നതിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. ആ സമയത്താണ് മിസ്റ്റർ ജയകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നതും. ആ പുള്ളിയാണ് പറഞ്ഞത്, ഇത് കണക്ക് മുട്ടക്കോഴിയുടെ എനിക്ക് ഹാച്ചറി ഉണ്ട്, ഇതുപോലെ വന്ന് മുട്ടക്കോഴിയുടെ ഇതിലോട്ട് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റും മാർക്കറ്റിംഗ് സൗകര്യത്തിന് വേണ്ടി മുട്ട ഞാൻ തിരിച്ചെടുത്തു കൊള്ളാം, ഞാൻ ഹാച്ച് ചെയ്തു കൊള്ളാം, കോഴിക്കുഞ്ഞിനെ ഞാൻ തരാം എന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ഈ കൈരളി എന്ന് പറയുന്ന ഇനത്തിലുള്ള മുട്ടക്കോഴിയിലേക്ക് തിരിഞ്ഞതും ഇപ്പോൾ മുട്ടപ്പുള്ളി 1.5 വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയും പിന്നെ മറ്റ് അസുഖങ്ങളിലായാലും എന്തായാലും നമുക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും പുള്ളി തന്നെ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് വളരെ വിജയകരമായിട്ടാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ജയകുമാർ ഹാച്ചറിയിൽ നിന്നും വിതരണം ചെയ്യുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ജീവിതമാർഗം കണ്ടെത്തിയ ഒട്ടേറെ പേർക്ക് ഈ കോഴി കർഷകനോട് തികഞ്ഞ സ്നേഹം തന്നെ. നാടൻ കോഴി കൈരളി കോഴി വളർത്തൽ തുടങ്ങിയിട്ട് 4-5 വർഷമായി. എനിക്കിത് വളർത്തിയോണ്ട് നഷ്ടങ്ങളൊന്നും ഇല്ല, ലാഭമേ ഉള്ളൂ. പിന്നെ വളർത്താൻ കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട്, വേറെ പണിയൊന്നും ഇല്ല. അത് കാരണമാണ് ഇത് വളർത്തി ഒരു ജീവിതത്തിനൊരു അടിത്തറ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഇപ്പോൾ 5 വർഷം കൊണ്ട് ഇത് നടത്തുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ജയകുമാർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുട്ടയ്ക്ക് ഇടുന്നില്ലല്ലേ, കുഞ്ഞുങ്ങളെ വളർത്തി 1 മാസമാകുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 മാസമാകുമ്പോൾ ഞാൻ കൊടുക്കുകയാണ്. 40 ദിവസം 35 ഇങ്ങനെ ദിവസങ്ങളാകുമ്പോൾ കൊടുത്തിരിക്കും. 1.5 മാസത്തിനകം ഇത് വിറ്റിരിക്കും. ഈ വളർത്തൽ യൂണിറ്റുകളിൽ നിന്നും മുട്ടയൊന്നിന് 9 രൂപ വില നൽകി വാങ്ങിയാണ് ജയകുമാർ തന്റെ ഹാച്ചറിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത്. ഹാച്ചറി സംവിധാനത്തോടൊപ്പം ഉൽപാദനശേഷിയാർന്ന കൈരളി കാപ്പി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി 45 ദിവസം കഴിയുമ്പോൾ വിൽപ്പന നടത്തുന്ന യൂണിറ്റും ജയകുമാറിന്റെ കോഴി ഫാമിൽ പ്രവർത്തിക്കുന്നു. രണ്ട് ഷെഡുകളിലായാണ് ഈ മുട്ടക്കോഴികളെ പരിപാലിക്കുന്നത്. ലെയർ ചിക്ക് ക്രംബിൾ, ഗ്രോവർ, ലെയർ മാഷ്, ലെയർ പെല്ലറ്റ് തുടങ്ങിയവയാണ് ഇവയ്ക്ക് നൽകുന്ന തീറ്റ. സ്വയം നിയന്ത്രിത സംവിധാനത്തിലെ കുടിവെള്ളവും ഇടുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ച് കോഴികളെ ഇവിടെ ഇട്ട് വളർത്തി 45 ദിവസം വാക്സിനേഷൻ എല്ലാം ചെയ്ത് നമ്മളും വിതരണം ചെയ്യുന്നുണ്ട്. ഫീഡ് 3 സ്റ്റേജിലാണ് ഫീഡുള്ളത്. ആദ്യത്തെ സ്റ്റേജിൽ LCC, 2 മാസം വരെ LCC, അത് കഴിഞ്ഞിട്ട് ഗ്രോവർ, അത് കഴിഞ്ഞിട്ട് ലെയർ മാഷ് അല്ലെങ്കിൽ ലെയർ ക്രംബിൾ.
രോഗബാധ കാര്യമായി കാണുന്നില്ലെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിന്റെ ശ്രദ്ധ വേണ്ടുവോളം ജയകുമാറിന്റെ ഫാമിലുണ്ട്. കൂടുതൽ മുട്ട അടവെക്കാൻ കപ്പാസിറ്റിയുള്ള ഹാച്ചറി പുള്ളി സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കൂടുതൽ ഉണ്ടാക്കുകയും കൂടുതൽ മുട്ട വിരിയിച്ചിറക്കുകയും ചെയ്തു. പുള്ളിയുടെ പേരൻറ് സ്റ്റോക്കിൻ്റെ മുട്ട തികയാതെ വന്നപ്പോൾ ഞാനും പലരോടും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. കാരണം ഈ മേഖലയിലേക്ക് വരുന്നവർ പലരും കോഴിയെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തി കഴിഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് 4 രൂപയോ 5 രൂപയോ മാത്രമേ മാർക്കറ്റിൽ വിലയുള്ളൂ. അന്നേരം ഞാൻ കൊടുത്ത അഡ്വൈസ് പ്രകാരമാണ് പലരും പൂവനെയും പെടയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പേരൻറ് സ്റ്റോക്ക് എടുത്ത് വളർത്തി ഒരു മുട്ടയ്ക്ക് 9 രൂപ വെച്ച് അദ്ദേഹം തിരിച്ചു വാങ്ങുകയും അതൊരു 5 ദിവസം 4 ദിവസം ഇടവിട്ട് ഹാച്ചറിയിൽ അടവെക്കുകയും ചെയ്യും. അന്നേരം ഈ കുറച്ച് കർഷകർ ഏതാണ്ട് 10-20ഓളം കർഷകർ അദ്ദേഹത്തിന് ഇപ്രകാരം അടവെക്കാനുള്ള മുട്ട കൊടുക്കുകയും അവർക്ക് നല്ലൊരു വരുമാന മാർഗം കിട്ടുകയും അതോടൊപ്പം തന്നെ ജയകുമാറിന് അത് നല്ല രീതിയിൽ ഈ ഫാം നടത്തിക്കൊണ്ട് പോകാനും ജയകുമാറിനൊരു വരുമാന മാർഗം. കൂടാതെ ഈ മേഖലയിലേക്ക് വരുന്ന പുതിയ കർഷകർ ചെറുപ്പക്കാരായാലും സ്ത്രീകളായാലും ആരൊക്കെയായാലും അവർക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കാനും കൂടാതെ അവരുടെ കോഴിയുടെ മുട്ട അതായത് അത് മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് വാങ്ങാൻ ജയകുമാർ തയ്യാറാവുകയും കൂടാതെ അവർക്ക് വേണ്ട കോഴി കുഞ്ഞുങ്ങളെ അതായത് നല്ല ഇനം വൈറ്റ് ലഗോൺ അതേപോലെ തന്നെ നാടൻ കോഴിയായിട്ട് ക്രോസ് ചെയ്തുള്ള കുഞ്ഞുങ്ങൾ അതുകൂടാതെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ തുടങ്ങിയ ഇനം കോഴികളുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ആവശ്യാനുസരണം ഒരു ദിവസം പ്രായമുള്ളതിനെ അതായത് എഗർ നേഴ്സറികൾ നടത്തുന്നവർക്ക് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ സർക്കാർ കൊടുക്കുന്ന ആ റേറ്റിൽ തന്നെ അദ്ദേഹം വിതരണം ചെയ്യും. അതുകൂടാതെ തന്നെ 45 ദിവസം പ്രായമാക്കി കൊടുക്കുന്നതിനുള്ള എഗർ നേഴ്സറി ലൈസൻസിനും അദ്ദേഹത്തിന് മൃഗസംരക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുപ്രകാരം 45 ദിവസം പ്രായമാക്കി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ പദ്ധതികളിൽ ഒരു കോഴിക്ക് 90 രൂപ വെച്ച് വിതരണം ചെയ്യും. അതുകൂടാതെ ലോക്കലായി പ്രാദേശികമായിട്ട് ആവശ്യക്കാർക്ക് ആ വിലയ്ക്ക് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വൈറ്റ് ലഗോൺ, നാടൻ കോഴി, സങ്കര ഇനമായ മുളക്കോഴി കൂടാതെ കരികോഴി എന്നിവയുടെ യൂണിറ്റുകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഹാച്ചറി വിരിച്ചെടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ 45 ദിവസം വളർത്തിയെടുക്കുന്ന മുട്ടക്കോഴികൾക്കുമായി ജയകുമാറിന്റെ ഫാമിലേക്ക് എത്തുന്ന ആവശ്യക്കാരും ഏറെ. കോഴി വളർത്തലിനകത്ത് നല്ല ആദായമാണ്. ഞാനും എൻ്റെ കുടുംബവും മക്കളെ പഠിപ്പിക്കുന്നതും എല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. നല്ല ആദായമുണ്ട്. ജയകുമാർ എന്ന ഈ സംരംഭകൻ ഒരതിജീവനത്തിന്റെ ചിത്രമാണ് നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. ദിവസവും കോഴിക്കുഞ്ഞുങ്ങളുടെ കലമ്പലിൽ ഹൃദയം ചേർത്ത് വെക്കുന്ന ജയകുമാറും കുടുംബവും കൈയാളുന്ന നിർവൃതി ഒരു ജീവിത വിജയത്തിന്റെ ആനന്ദം കൂടിയാണ്. മനസ്സുവെച്ചാൽ ജീവിതം മധുരിക്കും എന്ന സന്ദേശം കൂടിയാണ് ഇവർ ഇതിലൂടെ നമുക്ക് പകരുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. +2 ജയിച്ചവർക്ക് BSc ബയോടെക്നോളജിക്ക് അപേക്ഷിക്കാം. ഡയറി ഫാം സംരംഭകർക്ക് പരിശീലനം. വെമ്പായം കൃഷിഭവനിൽ വിത്ത് തേങ്ങ സംഭരിക്കുന്നു. വാർത്തകൾ വിശദമായി. +2 ജയിച്ചവർക്ക് കേരള കാർഷിക സർവകലാശാലയിൽ BSc MSc ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജി കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത 60% മാർക്കിൽ കുറയാതെ പാസ്സായവർക്ക് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 50% മാർക്കോ തത്തുല്യ ഗ്രേഡോ മതിയാകും. കേരള കാർഷിക സർവകലാശാല ഈ വർഷം ജൂലൈ 10 നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും ലഭിക്കുന്നതിന് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.kau.in.admissions. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 500 രൂപയാണ് ഫീസ്. അപേക്ഷകർ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ അപേക്ഷയുടെ പ്രിന്റെടുത്ത് സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫീസിന്റെ പേ ഇൻ സ്ലിപ്പിന്റെ ഒറിജിനൽ കൌണ്ടർ ഫോയിൽ സഹിതം ഓൺലൈനിൽ 2016 ജൂൺ 10 തീയതിക്കകവും തപാലിൽ ജൂൺ 18 തീയതിക്കകവും ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ദ രജിസ്ട്രാർ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, വെള്ളാനിക്കര KAU PO, തൃശൂർ 680656. വെള്ളായണി കാർഷിക കോളേജിലാണ് കോഴ്സുകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 238 2221. പശുപരിപാലന രംഗത്തേക്ക് യുവതി യുവാക്കളെ ആകർഷിക്കുന്നതിനും പുതിയ ഡയറി ഫാമുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മിൽമ ട്രെയിനിംഗ് സെന്റർ ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം ക്ഷീര കർഷക പരിശീലന പരിപാടികൾ നടത്തുന്നു. താമസം, ഭക്ഷണം, ക്ലാസുകൾ, പഠന സാമഗ്രികൾ, ഫാം സന്ദർശനം എന്നിവ കോഴ്സിൽ ഉൾപ്പെടുന്നു. 15 പേർക്കാണ് പ്രവേശനം. താൽപര്യമുള്ളവർ ജൂൺ 18 മുൻപ് മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന വിലാസം പ്രിൻസിപ്പൽ IC KCMMF ലിമിറ്റഡ്, മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 269 5869. കാർഷിക സർവകലാശാലയുടെ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി, കൂൺ വിത്തുൽപാദനം, പഴം പച്ചക്കറി സംസ്കരണം, മാമ്പഴം ചക്ക സംസ്കരണം, ജലസംരക്ഷണവും ഭൂഗർഭ ജല പരിപോഷണവും സൂക്ഷ്മ ജലസേചന രീതികൾ എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 237 5855. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ട്രെയിനിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിൽ കാർഷിക യന്ത്രവൽക്കരണവും അനുബന്ധ വിഷയങ്ങളെയും സംബന്ധിച്ച് 3 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ വിളകൾക്ക് വേണ്ടിയുള്ള സ്ഥലമൊരുക്കൽ, സൂക്ഷ്മ ജലസേചന രീതികളുടെ പ്രാധാന്യം, കാർഷിക യന്ത്രവൽക്കരണ നടപടികൾ, യന്ത്രവൽകൃത കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്നീ വിഷയങ്ങളെ അധികരിച്ചായിരിക്കും പരിശീലന പരിപാടികൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 238 1763. വെമ്പായം കൃഷിഭവനിലേക്ക് ആവശ്യമായ കുറിയ ഇനം തെങ്ങിന്റെ വിത്ത് തേങ്ങ സംഭരിക്കുന്നു. കുറിയ ഇനം തെങ്ങായ ഗൌരിഗാത്രം തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർ വെമ്പായം കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തേങ്ങ ഒന്നിന് 40 രൂപ വില ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472 283 0847. മറ്റൊരു നമ്പർ 9744 96 1964. കുടപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ നിന്നും ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 273 0804. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാടിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0469 266 1821. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, കോഴിക്കോട് 8600 രൂപ, തൃശൂർ 7600 രൂപ. കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5250 രൂപ, തൃശൂർ 5285 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72600 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10700 രൂപ, മഞ്ഞൾ ഈറോഡ് 10900 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12750 രൂപ. കോട്ടയം റബ്ബർ
RSS 5ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7,600 രൂപ, കൊപ്ര 5,215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിഡ് 69,600 രൂപ, കുരുമുളക് ഗാർബിഡ് 72,600 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ചുക്ക് ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ നാടൻ 12,000 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 180-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 350-നും 380-നും മധ്യേ, ജാതിപത്രി 500-നും 1000-നും മധ്യേ, ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,750 രൂപ, ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 9,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വില ഒരു മാസത്തിനിടയിൽ ആദ്യമായി താഴ്ന്നു. ആഭ്യന്തര ആവശ്യം ചുരുങ്ങിയതുമൂലം ഗാർബിൾഡ് കുരുമുളക് 72,600 രൂപയായി. പുതിയ അധ്യയന വർഷം അടുത്തതോടെ ചെറുകിട കർഷകർക്ക് ചരക്ക് വിൽപ്പനയ്ക്ക് തിടുക്കപ്പെട്ടു. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില ഉയർന്നത് ഇന്ത്യൻ മാർക്കറ്റിലും അനുകൂല തരംഗം സൃഷ്ടിച്ചു. റബ്ബർ അവധി നിരക്കുകളിലെ മുന്നേറ്റം ഷീറ്റ് വില ഉയർത്താൻ വ്യവസായികളെ പ്രേരിപ്പിച്ചു. 4ാം ഗ്രേഡ് കിലോ 128 വരെ കയറി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. മുഖ്യവിപണികളിൽ വെളിച്ചെണ്ണ സ്റ്റഡിയാണ്. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള കൊപ്ര നീക്കം ചുരുങ്ങിയെങ്കിലും പച്ചത്തേങ്ങ കൂടുതലായി വിൽപ്പനയ്ക്കിറങ്ങി. കുമളിയിൽ ഏലക്ക ലേലത്തിന് വന്ന 59 ടണ്ണിൽ 55 ടണ്ണും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾക്ക് കിലോ 1,045 രൂപയും ശരാശരി ഇനങ്ങൾക്ക് 711 രൂപയും ഉറപ്പുവരുത്താനായി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 38.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37, 27.2, കൊച്ചി 35, 25, ആലപ്പുഴ 33.8, 25.8, പുനലൂർ 32.8, 23, തിരുവനന്തപുരം 31.3, 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കേട്ടോ എന്നെ എന്ത് കേൾപ്പിക്കാനാ? പോയി അവളെ കേൾപ്പിക്കും. ആരോട് പറയാൻ? അത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ. രാവിലെയും വൈകിട്ടും പകലും രാത്രി അതിനോട് ഒട്ടിയിരിക്കുവല്ലേ. ചോദിച്ചാ കിസാൻ കോൾ സെന്ററുമായി സംസാരിക്കാണെന്ന് പറയും. ഓ, അതാണല്ലേ കാര്യം. അതെ, എന്ത് പറ്റി? ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇപ്പൊ അപ്പപ്പോ കാര്യം നടക്കും. അതെങ്ങനെ? അതെ, ഇപ്പൊ കൂടുതൽ ലൈനുകളും പ്രത്യേക ടെക്നിക്കും കാരണം കൃഷി വിദഗ്ധരുമായി ഉടനെ സംസാരിക്കാം. ഇനി ലൈൻ ബിസി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം റെക്കോർഡ് ചെയ്തോളും. അവിടെ നിന്ന് ഫോണും വരും, പിന്നെ പ്രശ്ന പരിഹാര മെസ്സേജായും വരും. കണ്ടില്ലേ, വന്നല്ലോ. ആഹാ, എന്ന് വെച്ച കാത്തിരിക്കേ വേണ്ടല്ലേ? അതെ, അതാണല്ലേ പെട്ടെന്ന് എന്നോട് ഇപ്പൊ ഇത്ര സ്നേഹം തോന്നിയത്. കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരത്തിന് ഇന്ത്യയൊട്ടുക്കും ഏത് ഫോണിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. बच्चों, जवाब ठीक से देना और सफाई के 10 नंबर होंगे। चौंकिए मत, डेंगू और चिकनगुनिया से बचने के लिए जरूरी है आसपास पानी जमा न होने दें। ड्रम, कूलर, गमले को हर सप्ताह साफ करें। प्लास्टिक के कप व नारियल की खोल जैसी चीजों को इधर उधर न फेंकें, क्योंकि डेंगू और चिकनगुनिया का मच्छर साफ पानी में पनपता है। मच्छरों के काटने से बचें। बुखार में पैरासिटामोल लें, एस्पिरिन हरगिज न लें। इस बार तो बच्चों ने हमें ही पास कर दिया। और सफाई के नंबर 100 में से 100। हाँ।